ഇടതുപക്ഷ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് സമസ്തയുടെ പേരിൽ വ്യാജ പ്രചാരണം. മുസ്ലിം ലീഗിന് ഷോക്ക് ട്രീറ്റ്മെന്റ് നൽകണമെന്നാവശ്യപ്പെട്ടാണ് പ്രവർത്തകർക്ക് സമസ്തയുടെ പേരിൽ ഫോൺ കോളുകൾ വന്നത്. എന്നാൽ ഫോൺ കോളുകൾ തള്ളി SKSSF നേതൃത്വവും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ലെന്ന് വ്യക്തമാക്കി ജിഫ്രി തങ്ങളും രംഗത്തെത്തി. നേതൃത്വത്തിന്റെ നിർദ്ദേശമെന്ന പോലെയാണ് സമസ്ത പ്രവർത്തകർക്ക് ഫോൺ വിളികൾ എത്തിയത്. ലീഗിനെ പാഠം പഠിപ്പിക്കാൻ സമസ്തയ്ക്ക് വേണ്ടി ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യണമെന്നാണ് വിളിക്കുന്നവർ ഫോൺ വഴി ഉന്നയിക്കുന്ന ആവശ്യം. നമുക്ക് വേറെ ദുരുദ്ദേശങ്ങളൊന്നുമില്ലല്ലോ. നമ്മൾ പാർട്ടിയോ സമസ്തയൊക്കെ ഒന്നിച്ച് നിലനിൽക്കണം, നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഈ പോക്ക് പോയാൽ നമ്മളെ കയ്യിൽ നിന്ന് പിടുത്തം പിടില്ലോ. അപ്പൊ നമ്മളിനി ആർക്കാ വോട്ട് ചെയ്യേണ്ടത് നിങ്ങൾ പറഞ്ഞേ? ഇത്തവണ അംസക്ക് മാറി അംസക്ക് ചെയ്യാൻ. ഏത് കമ്മ്യൂണിസ്റ്റ് ചിഹ്നത്തിലാ? ചിഹ്നം നോക്കിയിട്ടല്ലേ നമ്മള് വ്യക്തിപരമായിട്ട് അംസന. അതായത് ലീഗിന്റെ ഒഴിവാക്കിയിട്ട് കമ്മ്യൂണിസ്റ്റിന്റെ ചിഹ്നത്തിൽ വോട്ട് ചെയ്യാനാണ് സമസ്തക്കാരനായി നിങ്ങൾ പറഞ്ഞത്? ലീഗിനെതിരെ രൂക്ഷ വിമർശനം ഉയർത്തിയാണ് സമസ്തയുടെ പ്രവർത്തകർ എന്ന പേരിൽ ഫോൺ വിളികൾ എത്തുന്നതും. സമസ്തയുടെ തീരുമാനങ്ങളൊന്നും പാർട്ടി അംഗീകരിക്കുന്നില്ല. ആ വിഷയത്തിലൊക്കെ പാർട്ടി വിരുദ്ധ സമീപനല്ലേ സ്വീകരിച്ചത്. ആര് സ്വീകരിക്കണത്? ലീഗ്. അപ്പൊ അവർക്ക് ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കണം എന്നുള്ള അഭിപ്രായക്കാരുണ്ട്. അതിൽ ഇങ്ങനെ താല്പര്യം ഉണ്ടോ ഇല്ലെന്നാണ് ചോദിക്കുന്നത്. എന്നാൽ ഫോൺ വിളി വ്യാപകമായതോടെ SKSSF നേതൃത്വം ഫോൺ വിളികൾ തള്ളി രംഗത്തെത്തി. പിന്നാലെ പരസ്യ പ്രസ്താവനയുമായി സമസ്ത അധ്യക്ഷൻ ജിഫ്രി തങ്ങളും രംഗത്തെത്തി. ഏതെങ്കിലും മുന്നണിക്ക് അനുകൂലമായ പ്രതികൂലമായ പ്രചരണം നടത്താൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ലെന്നായിരുന്നു തങ്ങളുടെ പ്രസ്താവന. സമസ്ത പൂർവിക നിലപാടുമായി മുന്നോട്ട് പോകുമെന്നും ജിഫ്രി തങ്ങൾ. സമസ്തയുടെയോ കീഴ്ഘടകങ്ങളുടെയോ പേരിൽ ആരെങ്കിലും വ്യാജ ഫോൺ വിളികൾ നടത്തുന്നുണ്ടെങ്കിൽ അതത് കീഴ്ഘടകങ്ങൾ പരിശോധിക്കുമെന്ന് സമസ്ത യുവജന വിഭാഗം നേതാവ് അബ്ദുൽ സമദ് പൂക്കോട്ടൂർ വ്യക്തമാക്കി. അങ്ങനെ ആരെയും ഫോൺ വിളിക്കാനോ ആർക്കെങ്കിലും വോട്ട് നൽകാൻ ക്യാമ്പയിൻ ചെയ്യാനോ സമസ്ത കേരള ജമിയത്തുലമയോ അതിന്റെ കീഴ്ഘടകങ്ങളോ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല എന്ന് പ്രസിഡന്റ് ക്ലാരിഫൈ ചെയ്തല്ലോ. അതിന് മറിച്ചുള്ള എന്തെങ്കിലും തീരുമാനങ്ങൾ ഏതെങ്കിലും ഭാഗത്തുനിന്നുണ്ടാകുന്ന പക്ഷം സ്വാഭാവികമായും ഓരോന്നിന്റെയും ബോഡിയിൽ അത് ചർച്ച ചെയ്യും. ആ ബോഡിയിലുള്ള ചർച്ചയ്ക്കനുസരിച്ചുള്ള തീരുമാനങ്ങൾ ഉണ്ടാവും. സമസ്ത നേതൃത്വം പരസ്യമായി തള്ളുമ്പോഴും സമസ്തയിലെ തന്നെ ഒരു വിഭാഗമാണ് ഫോൺ വിളിക്ക് പിന്നിലെന്നാണ് സംശയിക്കുന്നത്. എന്നാൽ സമസ്തയിലെ ലീഗ് വിരുദ്ധരെ കൂടെ കൂട്ടി CPM പ്രവർത്തകർ നടത്തുന്നതാണ് ഫോൺ വിളികളെന്നാണ് ലീഗ് കേന്ദ്രങ്ങൾ ഉയർത്തുന്ന ആരോപണം. റിപ്പോർട്ടർ, മലപ്പുറം.